തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ പ്രതിസന്ധിയിൽ. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുന്നത് ആരാധകർക്കിടയിലും അണിയറ പ്രവർത്തകർക്കിടയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിജയിയെ കേന്ദ്ര സർക്കാർ ബോധപൂർവം കുരുക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഡിസംബർ 27-ന് സെൻസർ ബോർഡിന് മുന്നിലെത്തിയ ചിത്രത്തിന് ഒരാഴ്ച പിന്നിട്ടിട്ടും ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും പ്രീ റിലീസ് ബുക്കിംഗ് ആരംഭിക്കാൻ കഴിയാത്തത് സർട്ടിഫിക്കറ്റ് വൈകുന്നത് കൊണ്ടാണ്. രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്ന വിജയിയെ പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് ഈ നീക്കമെന്നൊക്കെയാണ് ആരാധകർ ആരോപിക്കുന്നത്. എന്നാൽ തെലുങ്കിലെ വൻ ഹിറ്റായ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്ന തമിഴ് സിനിമ. സാധാരണയായി ഒരു ഒറിജിനൽ തിരക്കഥയാണെങ്കിൽ അതിലെ രാഷ്ട്രീയ പ്രസ്താവനകളിലോ സംഭാഷണങ്ങളിലോ ഇടപെടാൻ സെൻസർ ബോർഡിന് അധികാരമുണ്ട്. എന്നാൽ ഒരു റീമേക്ക് ചിത്രത്തിന്റെ കാര്യത്തിൽ സെൻസർ ബോർഡിന് ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടാൻ കഴിയില്ല. ദേശീയ പുരസ്കാരം നേടിയ ഒരു സിനിമയുടെ റീമേക്ക് കൂടി ആകുമ്പോൾ അതിലെ ശക്തമായ രാഷ്ട്രീയ ഡയലോഗുകൾ അതേപടി ഉപയോഗിക്കാൻ വിജയ്ക്ക് സാധിക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് സെൻസറിംഗ് ക്ലിയറൻസ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന വിജയ് ചിത്രമാണിത്. സിനിമയുടെ ട്രെയിലർ നൽകുന്ന സൂചനകൾ പ്രകാരം ഇതൊരു കടുത്ത രാഷ്ട്രീയ ചിത്രമായിരിക്കും. 450 കോടി രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഇതിനോടകം തന്നെ പ്രീ സെയിലിലൂടെ 35 കോടിയിലധികം രൂപ സ്വന്തമാക്കുകയും ചെയ്തു. സെൻസർ ബോർഡിന്റെ തടസ്സങ്ങൾ നീങ്ങി സിനിമ കൃത്യസമയത്ത് തിയേറ്ററുകളിൽ എത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം കുറിക്കാൻ ജനനായകൻ തയ്യാറെടുക്കുമ്പോൾ തമിഴ് മണ്ണിലെ ഈ രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.